Hello everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ലേൺ ചെയ്യുക, ഓൺ ചെയ്യുന്നതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, നമ്മൾ നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ചാർട്ട്. യെസ്, എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റക്കാണ്. ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. മാർക്കറ്റ് ഇപ്പോൾ സ്റ്റക്കാണ്. ബട്ട് ഒരു നല്ലൊരു ഗുഡ് മൂവ് നമുക്ക് അപ്കമിങ് ടൈമിൽ കിട്ടാൻ പോവുക. ഓക്കെ, സോ നമ്മുടെ സ്ട്രക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഗ്യാപ്പ് ഒത്തിരി ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് ശരിക്കും ബിഫോർ ഡിഗ്രി ന്യൂ സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും നിങ്ങൾക്ക്. ബട്ട് റെഗുലർ വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിൽ ഐ തിങ്ക് കുറച്ചുകൂടി ക്ലിയറിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കുറച്ച് കഴിയട്ടെ എന്നിട്ടേ ക്ലിയർ ആവുള്ളൂ. വൺ ഡിഗ്രിയിൽ ഇത്രയ്ക്ക് ഗ്യാപ്സ് വരികയാണെങ്കിൽ അത് ആ ഗ്യാപ്പ് വീക്കാണ്. ഓക്കെ, സോ ആ ഗ്യാപ്പ് വീക്കാണെങ്കിൽ നമുക്ക് ഒരു വീക്ക് സൈനാണ്. ആഫ്റ്റർ 5 മൂവ്സ് 1 2 3 4 5 മൂവ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. 5 മൂവ്സിൻ്റെ ഓൾമോസ്റ്റ് ഈ ഒരു ടാർഗറ്റിലേക്കാണ് ഇപ്പോൾ നിഫ്റ്റി അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഇതൊരു റെസിസ്റ്റൻസ് സോണാണ് ഇപ്പോൾ ഉള്ളത്. നിഫ്റ്റി 23,620 ഈ ഒരു ഏരിയ വരെ, 30. ഓക്കെ, ഈ ഏരിയ വരെ ഫുൾ റെസിസ്റ്റൻസ് സോണാണ് ഈ ഒരു ഏരിയ. ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോ കാണണം. ലാസ്റ്റ് 2 വീഡിയോസ് ഐ തിങ്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ റെസിസ്റ്റൻസ് സോണാണ് ഇതൊക്കെ എല്ലാം. ഓക്കെ, അതാണ് മാർക്കറ്റ് ഇവിടെ പോസ് എടുത്തത്. ദാറ്റ് മീൻസ് ബുൾസ് ഇനി ഇവിടെ ടയേർഡായി. ഈ ഒരു സോണിൽ ബുൾസ് ടയേർഡായെന്ന് വെച്ചാൽ നമ്മുടെ എല്ലിയറ്റ് വേവിൻ്റെ കൗണ്ടിങ്ങിൽ നമ്മൾ അങ്ങനെയാണ് കൗണ്ട് ചെയ്യാറുള്ളത്. ഇവിടെ 1 2 3 4 5 മൂവ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു കറക്ഷൻ വരേണ്ടതാണ്. നല്ലൊരു കറക്ഷൻ വരേണ്ടതാണ്. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു ടോപ്പ് ആണെങ്കിൽ നമ്മളിവിടെ ഇൻ കേസ് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ നാളെ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്. സോ മാർക്കറ്റിലൂടെ താഴേക്ക് ഇറങ്ങുവാണെങ്കിൽ നാളെ ഓർ അപ്കമിങ് ഡേ, നെക്സ്റ്റ് ഡേ, സോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഫ്രം ബോട്ടം ടു ആ ഒരു ടോപ്പ് അവിടെ വരെ നമ്മൾ ഫിബൊനാച്ചി ഇങ്ങനെ വെക്കണം. ഇതുപോലെ തന്നെ ഞാൻ വെച്ച പോലെ. എന്തായാലും നമുക്ക് 61.80 ആൻഡ് 81.20% വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ദാറ്റ് മീൻസ് ഇവിടെ നല്ല ഒരു കറക്ഷൻ നമുക്ക് കാണാൻ കിട്ടും. ബട്ട് അത് ഫസ്റ്റ് മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വരണം. ആൻഡ് ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഈ വരച്ച ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഇത് ബ്രേക്ക് ചെയ്യണം. എന്നിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ യെസ് മാർക്കറ്റ് ഇനി വീക്കായി ആൻഡ് ഫോർ ദ ഡൗൺ സൈഡ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ബുള്ളിഷ് അല്ല. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ ഇവിടുന്ന് ബുള്ളിഷ് അല്ല. ഞാൻ കോഷ്യസ് ആണ്, ബുള്ളിഷ് അല്ല. ബിയറിഷ് ഇപ്പോൾ പറയാൻ പറ്റില്ല. ബിയറിഷ് സൈൻ എപ്പോഴൊക്കെ വരിക, ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇത് 2 to 4 ട്രെൻഡ് ലൈനാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ. സോ അതാണ് ആ ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇപ്പോൾ ഇതൊരു ചാനലിൽ കൂടി ചാനലാണ് കണ്ടോ, ചാനലാണ്. ഇനി അവർ ഫെർദർ അപ്സൈഡ് കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോട്ടെ. നമ്മൾ സ്കാൽപ്പിൽ മാത്രം ചെയ്യുക. ഫെർദർ ഹ്യൂജ് ട്രേഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ലിമിറ്റഡ് അപ്സൈഡാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നമുക്ക് ഇതിൻ്റെ ബില്ലാണ് ഫോർദർ ഫോൾ 23,274. അതിൻ്റെ ബില്ലാണ് ഫോർദർ ഫോൾ. ഞാനിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ ചാർട്ടിൽ ആകെ കണ്ടത് ഇതാണ്, ഈ ഒരു ടൈപ്പ് ഓഫ് എൻഡിങ് ഡയൽ പാറ്റേൺ എന്ന് പറയാം. ഓക്കെ, ടൈപ്പ് ഓഫ് എൻഡിങ് ഡയൽ, കാരണം വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ടൈപ്പ് ഓഫ് എൻഡിങ് ഡയൽ എന്ന് പറയാം. ഇങ്ങനെയാണ് ഞാൻ ഇത് കണ്ടായിരുന്നു. അതിന് ഫേക്ക് ഔട്ട് ആണെങ്കിൽ ഷാർപ്പ് ഡിക്ലൈൻ വരേണ്ടതാണ്. ഇത് ഫേക്ക് ഔട്ട് ആണെങ്കിൽ ഷാർപ്പ് ഡിക്ലൈൻ താഴേക്ക് വരേണ്ടതാണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ എൻഡിങ് ഡയലിൻ്റെ മൂവ് നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് 1 2 3 4 5 അതിന് ബ്രേക്ക് ഔട്ടായി. സ്ട്രക്ചറിൽ ക്ലാരിറ്റി പ്രോപ്പർ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ, എനിക്ക് കറക്റ്റായിട്ട് ബെറ്റർ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവർ ആ ഒരു ചാർട്ടിൽ എക്സാക്ട്ലി ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർക്കറിയാം. ഞാനിപ്പോൾ എന്താ ചെയ്യണത്, ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് വരുമ്പോഴത്തേക്ക് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരും. ആ ഒരു ബേസിൽ മാത്രമേ സ്കാൽപ്പ് കാര്യങ്ങളൊന്നും നോക്കാറുള്ളൂ. അതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മണ്ടത്തരമാണ്. സോ വലിയ മൂവ്സ് പിടിക്കാൻ ഇപ്പോൾ നിൽക്കേണ്ട. ഓക്കെ, കോഷൻ സോണിലാണ്, അത് ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. കോഷൻ സോണാണ്. ഫോർദർ ബുള്ളിഷ് സൈഡ് നമ്മളിപ്പോൾ ഒത്തിരി നിൽക്കേണ്ട. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ റീഡ് ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെ ബെറ്റർ ആയിരിക്കുള്ളൂ. ഇനി പിന്നെ വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് വേറെ വേഗം 1 ടൈം ഫ്രെയിമിൽ പോകാം.
1 minute ടൈം ഫ്രെയിമിൽ പോയിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഇവിടുന്ന് കോപ്പി ഈ ഒരു ട്രെൻഡ് ലൈൻ ആൻഡ് ദെൻ സെയിം ഇത് ക്ലോൺ എടുക്കാം. ഈ കോപ്പിയുടെ ക്ലോൺ എടുക്കാം ആൻഡ് ദെൻ ആ മുകളിലത്തെ ഈ ഒരു ട്രെൻഡ് ലൈൻ വരും, ഇത് ഇവിടെ വെക്കണം. ഓക്കെ, സോ പ്രൈസ് മേ ബി അവർ സ്ട്രെച്ച് ചെയ്തിട്ട് ഇവിടെ വരെ കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ല, അത്ര വരെ കൊണ്ടുപോകാൻ പാടില്ല. ബട്ട് യെസ്, മേ ബി അവിടെ വരെ കൊണ്ടുപോകാൻ ചാൻസസ് ഉണ്ടാകും. കാരണം വെച്ചാൽ നമ്മൾ 1 hour ടൈം ഫ്രെയിമിൽ ഇത് ഇവിടുന്ന് എ, ഇത് ബി ആൻഡ് സി അങ്ങനെയാണ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോ കാണുന്ന ന്യൂ സബ്സ്ക്രൈബേഴ്സ് അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. ബിഗർ ടൈം ഫ്രെയിമിൽ ഇത് വേറെ പാറ്റേൺ ആണ്. എ, ബി ആൻഡ് സി നമ്മൾ പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ അബവ് ഓർ ഈ ഒരു ഏരിയയിൽ 24,000 ആണ് ഞാൻ പറഞ്ഞത്. 24,000 ഈ ഏരിയയിലാണ് ബി തീരത്തുള്ളൂ, സി തീരത്തുള്ളൂ. ഈ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ 1 hour ഓർ 1 day ചാർട്ടിൻ്റെ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ. ദാറ്റ് മീൻസ് ഈ സി അങ്ങോട്ട് പോവുകയാണ്, അത് ഇത്ര വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആദ്യം ആ വീഡിയോ കാണുന്ന അപ്പോഴേ അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഡെയിലി ടൈം ഫ്രെയിമിൽ സി സ്പീഡിലാണ് കംപ്ലീറ്റ് ആവുന്നത് ആൻഡ് സ്മോൾ ടൈം ഫ്രെയിം ഓഫ് ഇൻട്രഡേ പർപ്പസിൽ കോഷൻ സോണിലാണ്. ഇൻട്രഡേ പർപ്പസ് സ്മോൾ ടൈം ഫ്രെയിമിൽ കോഷൻ സോണിലാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കാനുള്ളതാണ്. ഓക്കെ, സോ ഇനി ഇതിനകത്ത് അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഈ ഒരു ചാനൽ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. യെസ്, ഇതൊന്നും ശ്രദ്ധിക്കാനുള്ളതാണ്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട്സ് ലെവൽ ഇതൊക്കെ എല്ലാം സപ്പോർട്ട് എപ്പോഴും ഗ്രീനാക്കി തന്നെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം എല്ലാവരും കൂടി. ഓക്കെ, ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പ് ഓർ പോസിറ്റീവ് എന്തെങ്കിലും ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് റിവേഴ്സൽ ടൈപ്പ് നോക്കും. റിവേഴ്സൽ എൻഡിനാൽ പാറ്റേൺ 1 minute ടൈം ഫ്രെയിമിൽ. ഓക്കെ, അപ്പോൾ സ്കാൽപ്പ് ചെയ്യാൻ അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുള്ളൂ. എൻഡിനാൽ പാറ്റേൺ ഞാൻ ഫൈൻഡ് ചെയ്യുള്ളൂ, അതാണ്. ഓർ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ആവണം. ഈ ഒരു ബ്ലാക്ക് നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓഫ് എൻഡിങ് ഡയൽ പാറ്റേണിൻ്റെ ഈ ബ്ലാക്ക് സപ്പോർട്ട് ലൈൻ ഇത് ബ്രേക്ക് ഡൗൺ ആവുന്നത്, അപ്പോഴേ നമുക്ക് ബെറ്റർ ട്രേഡ് കിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളത്. നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് പോകാം. ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ ആ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ബ്ലാക്ക് ലൈൻ നമ്മൾ ഷെയർ ചെയ്തായിരുന്നല്ലോ, ഐ തിങ്ക് അതിൻ്റെ ബ്രേക്ക് ഔട്ട് കൂടിയായി. യെസ്, ഇവിടുന്ന് ഒരു ബ്ലാക്ക് സപ്പോർട്ട് ലൈൻ പറഞ്ഞിട്ടുള്ള അതൊക്കെ ബ്രേക്ക് ഔട്ടായി. ബാങ്ക് നിഫ്റ്റി സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ, നോൺ സ്റ്റോപ്പ് ഒന്നും ഇല്ല. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, പണ്ടേ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ഒരു ബ്ലൂ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഈ ഒരു ഏരിയ വന്നപ്പോഴാണ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നു, സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ആണ്. അത്രയ്ക്ക് സ്പീഡ് പോകും അതെനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ ജെന്വൻ ഞാനൊരു കാര്യം പറയാനുള്ളതാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്പീഡ് പോകും, ആ സ്പീഡിൽ പോകുമെന്ന് റിവേഴ്സൽ അടിക്കുമെന്ന് അത്ര ഹൈ സ്പീഡിൽ ഒരു കൺഫർമേഷൻ എനിക്കും ഉണ്ടായിരുന്നില്ല. ഓക്കെ, എനിവേ അത് നമുക്ക് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും എല്ലാം ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളതാണ്. ഓക്കെ, ഇത്ര ദിവസം ഞാനത് പറഞ്ഞില്ല, ബട്ട് യെസ് ഇപ്പോൾ ഞാൻ പറയാം. നമുക്ക് ഇനി ശ്രദ്ധിക്കണം, കോഷ്യസ് വേണം. ഇത് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇത് ബ്രേക്ക് ഡൗൺ ആയാൽ ഓക്കെ. ഇതിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിലും അങ്ങനെ തന്നെ കണ്ടോ, എൻഡിങ് ഡയൽ പാറ്റേൺ ഫോമായി ആൻഡ് ദെൻ ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണോ ഇല്ല എന്ന് അതാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, ഫേക്ക് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ സഡൻ ചാടി തിരിച്ച് വരേണ്ടതാണ്. കണ്ടോ, ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവേണ്ടതാണ്. ബട്ട് നാളെ അറിയാൻ പറ്റുള്ളൂ, നമുക്കത് ക്ലാരിറ്റി അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഫുർദർ അപ്സൈഡ് ഇതിൻ്റെ അബവ് തന്നെ നോക്കാം. ഏതാ ഇവിടെ ഇതിൻ്റെ അബവ് ഈ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇതും ഒരു എൻഡിനൽ പാറ്റേൺ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, 1 2 3 4 5 അതിൻ്റെ റൂൾസ് കാണുന്ന എൻഡിനൽ പാറ്റേൺസ് നമ്മൾ റൂൾസ് കാണുവാണെങ്കിൽ എൻ്റെ ചാനലിൽ ഫുൾ വീഡിയോസ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ ലേണിംഗ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. വെറൈറ്റി വീഡിയോസാണ്, നോർമൽ വീഡിയോസിൻ്റെ പോലെയല്ല. എലിയറ്റ് വേവ് തിയറി ആ ബേസിലാണ് ഡിഫറെൻറ്റ് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എപ്പോഴും മനസ്സിലാകും, ആ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകുള്ളൂ. മീൻസ് എവിടെ മാർക്കറ്റ് പോസ് എടുക്കാൻ പോകുന്നു, എപ്പോഴും മാർക്കറ്റ് പോസ് എടുക്കും, ആൻഡ് ജെന്വൻ മൂവ് നമുക്ക് മുകളിലേക്ക് കിട്ടുമോ ഓർ ഡൗൺ സൈഡ് കിട്ടുമോ, എന്താണ് നമുക്കത് ആ ചാർട്ട് പാറ്റേൺ ആ ഒരു ഏരിയയിൽ തന്നെ ഫോം ആവുള്ളൂ, വേറെ എവിടെയും ഫോം ആവത്തില്ല. ഓക്കെ, ഇത് നമ്മുടെ റെഗുലർ വ്യൂസ് നന്നായിട്ട് അറിയാം. ഇത് റെഗുലർ നമ്മുടെ ട്രാക്ക് ചെയ്യുന്ന വ്യൂസ് നന്നായിട്ട് അറിയാം ഈ പാറ്റേൺസ് എങ്ങനെയൊക്കെ എവിടെ ഫോം ആവാറുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇനി ഫോം ആയത് ഇതും അങ്ങനെ തന്നെയാണ്, ജെന്വൻ ആണ്. ബട്ട് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണോ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് വേണം. ഓക്കെ, അത് തിരിച്ച് വരുമ്പോൾ തന്നെ, കാരണം പോയ പോക്ക് അല്ല, പോക്ക് മുകളിലേക്കാണ് അത് പോയത്, ബട്ട് അതിൻ്റെ ഡബിൾ സ്പീഡ് തന്നെ താഴെ തിരിച്ച് കയറാണ്. അപ്പോഴേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുള്ളൂ ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരുന്നു.
എത്ര ക്യാൻഡിൽസിൻ്റെ മുകളിലേക്ക് പോയത് 1 2 3 4 3 4 5 അപ്പോൾ 2-3 ക്യാൻഡിൽസ് തന്നെ ഒരു 15 മിനിറ്റ്സ് 5 മിനിറ്റ്സ് 2-3 ക്യാൻഡിൽസ് തന്നെ അതേ സ്പീഡിൽ തന്നെ തിരിച്ച് വന്നാലും നമുക്ക് കൺഫർമേഷൻ കൊടുത്തത് ഫേക്ക് റെക്കോർഡായിരുന്നു. ഓക്കെ, ഇതാണ് ഇങ്ങനെയൊക്കെ ലെവൽസ് കാര്യങ്ങളൊക്കെ. റെസിസ്റ്റൻസ് ഇത് റെഡാക്കി മാർക്ക് ചെയ്തേക്കണം, സപ്പോർട്ട് ഗ്രീൻ ആക്കി മാർക്ക് ചെയ്യുക എല്ലാവരും കൂടി. ഓക്കെ, വേറെ ഇതിനകത്ത് ബാക്കി ലെവൽസ് അറിയണത് ഓൾറെഡി ഇത്ര ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ എല്ലാം പ്രോപ്പർലി വർക്ക് ചെയ്യും, ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് വേഗം സെൻസെക്സ് അനാലിസിസ് കിടക്കാം. സെൻസെക്സ് തന്നെ എൻഡിനാൽ പാറ്റേൺ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം 1 2 3 4 5, ബട്ട് ഗ്യാപ്പ് അപ്പ് ആൻഡ് പ്രൈസ് അബവ് കിടക്കുന്നു. ഗ്യാപ്പ് അപ്പ് ആൻഡ് പ്രൈസ് അതിൻ്റെ അബവ് ആണ് കിടക്കുന്നത്. സോ യെസ്, അബ്സല്യൂട്ട്ലി കൺഫ്യൂസിങ് ആണ് സ്ട്രക്ചർ, ഒന്നും പറയാനില്ല. സ്ട്രക്ചറിൽ നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ട്. സ്ട്രക്ചർ ഇത് റീഡ് ചെയ്യുകയാണെങ്കിൽ എൻഡിനൽ പാറ്റേൺ, ടൈപ്പ് ഓഫ് എൻഡിനൽ പാറ്റേൺ, പ്രോപ്പർ എൻഡിനൽ പാറ്റേൺ ആണ് ടൈപ്പ് ഓഫ് എൻഡിനൽ പാറ്റേൺ. കണ്ടോ, അതാണ് സ്ട്രക്ചറിൽ കൺഫ്യൂഷൻ ഉണ്ട്. ബട്ട് യെസ്, ഞാൻ ഇവിടുന്ന് മുകളിലേക്ക് ഇപ്പോൾ നോക്കത്തില്ല, വെയിറ്റ് ചെയ്യും. സ്കാൽപ്പിംഗ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ബട്ട് ബിഗ് മൂവ് മുകളിലേക്ക് അപ്പ് സൈഡ് ഐ തിങ്ക് ലിമിറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ നോക്കിയിട്ടേ അത് നമുക്ക് കൺഫർമേഷൻ എക്സാക്ട്ലി കിട്ടത്തുള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയി യൂറോ ട്രെൻഡ് ലൈൻ്റെ നല്ലൊരു മൂവാണ്. 1 2 3 ABC നമ്മൾ ആണ് അത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി നമ്മൾ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രം ബോട്ടം ടു ദിസ് സി വേവ് ആണ്. ഐ തിങ്ക് ഇത് സി വേവ് 100% നിയർ ആണ്, എക്സാക്ട്ലി കണ്ടോ. സോ റെസിസ്റ്റൻസ് സോണാണ്, സി വേവ് ആണത്, സി വേവ് തന്നെയാണിത്. 1 2 3 എൻ്റെ സി വേവിൻ്റെ എത്ര മൂവ്സായി 1 2 3 4 5 6 എക്സ്റ്റെൻഡഡ് സി വേവ് ആണ്, സോ ഇതിനകത്ത് ബിയറിഷ് എപ്പോൾ ആവുക, തേർഡ് വേവിൽ ഓർ സി വേവിൽ എപ്പോഴും ചാനൽ ഫോം ആവും. ഓക്കെ, അത് റൂൾസാണ്, അതൊക്കെ എല്ലാ റൂൾസാണ്. അത് ന്യൂ മെമ്പേഴ്സ് അവർക്ക് എളുപ്പത്തിന് മനസ്സിലാവത്തില്ല. ഇതൊക്കെ എല്ലാം പഴയ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ മാത്രമേ, ലേണിംഗ് വീഡിയോസിൽ അതൊക്കെ എല്ലാം അറിയാൻ പറ്റും. തേർഡ് വേവിൽ ഓർ സി വേവിൽ ഇങ്ങനത്തെ പാറ്റേൺസ് മാത്രമേ ചാനൽ ഓർ മെഗാഫോൺ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, അതാണ് ആ ഒരു പാറ്റേൺ. ഇത് സി വേവിൽ ഓർ തേർഡ് വേവിൽ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ ഫോം ആയിരിക്കുന്നത്. ഡൗൺ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബിലോ കിട്ടുകയുള്ളൂ. ഓർ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ബെറ്ററാണ്. ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് പ്രോപ്പർലി ഇത് കിട്ടത്തുള്ളൂ, ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ ബിഗോ ടൈം ട്രെൻഡ് ലൈനിനെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ബാക്കി സപ്പോർട്ട് ട്രെൻഡ് ലൈൻസ് ഇതൊക്കെ എല്ലാം ഇന്നത്തെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊരു സപ്പോർട്ട് വരുന്നുണ്ട്, അതൊരു ഈ ക്യാൻഡിൽ. യെസ്, ഓക്കെ, നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല ഇതിനകത്ത്. ഓക്കെ, സോ സീൻ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട പ്ലീസ്.